ഹലോ, അടീനീത്തിൻ്റെ വിത്തുകളെല്ലാം ഉണ്ടായതാണേ. പക്ഷേ ഈ മഴ സമയത്ത് ചീഞ്ഞ് എല്ലാം താഴെ ചാടിപ്പോയി. ഇത് കാണാതെ കിടന്നതാണ്. അത് അവിടെ തന്നെ കിടന്ന് നന്നായിട്ടങ്ങ് മുളച്ചു. ഒരു 3-4 മൊത്തം ഫുള്ള് തണ്ടുകളും താഴെ പോയിരുന്നു. അത് നനഞ്ഞ് അവിടെ കിടന്ന് നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ഞാനിത് 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അത് താഴെ വീണതായിരുന്നു. ചീഞ്ഞ് താഴെ പോയതാണേ. പക്ഷേ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് നല്ല കോഡക്സ് വലുതാണ്. തൈ കുഞ്ഞ് മുളയ്ക്കണമുള്ളെങ്കിലും നല്ല കോഡക്സൊക്കെ വലുതായിട്ട് വരുന്നുണ്ട്. വെള്ളത്തിൽ കിടന്നാണ് അത് മുളച്ചേക്കണത്. ഞാനതെല്ലാം എടുത്തുകൊണ്ട് പോന്നു. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചകിരിച്ചോറ് നേരത്തെ ഉണക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് അതിലേക്ക് ചേർത്തിട്ട് ഈ തൈകളെല്ലാം അതിലേക്കൊന്ന് നട്ടു കൊടുത്ത് നോക്കാം. നന്നാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടോ? ഏതാണെങ്കിലും ഈ തൈകളെല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നാവുമെന്നൊന്ന് നോക്കാം. ഒരു 3-4 തണ്ട് ഇത് മൊത്തം വിത്തുകളും ശരിക്കും പൊട്ടി മുളച്ച് വന്നിട്ടില്ല കേട്ടോ. അടിയിൽ ഒരു ലെയർ അവിടെ കിടക്കുന്നുണ്ട്, അത് മുളച്ചിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അത് കണ്ടില്ലേ, ഇതെല്ലാം അതൊക്കെ മുളയ്ക്കാതെ കിടക്കുന്നതാണ്. നല്ല വിത്തുകൾ മാത്രമാണ് മുളച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഏതാണെങ്കിലും നമുക്കൊന്ന് നട്ട് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള അവസ്ഥയുണ്ടോ? ഇത് കണ്ടോ, ഇതേമാതിരി വീണ് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.